അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, ഖിലാഫത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്തെ സംബന്ധിച്ചായിരുന്നു നേരത്തെ പരാമർശിക്കപ്പെട്ടത്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് നടന്ന സൈനിക മുന്നേറ്റങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ആഗോള വ്യാപനവുമായി ബന്ധപ്പെട്ട് റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന ഈജിപ്തിലേക്ക്, സിറിയയിലേക്കെല്ലാം നടത്തിയ സൈനിക മുന്നേറ്റങ്ങൾ, ആ പ്രദേശങ്ങളെല്ലാം ഇസ്ലാമിൻ്റെ അധീനതയിലേക്ക് വന്നതുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രങ്ങളാണ് നേരത്തെ സൂചിപ്പിച്ചത്. പിന്നീട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ഉണ്ടായ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നാണ് പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ പതനം. അന്ന് ലോകത്ത് നിലവിലുണ്ടായിരുന്ന ഏറ്റവും വലിയ രണ്ട് സാമ്രാജ്യങ്ങളാണ് റോമും പേർഷ്യയും. ലോകത്തെ ഏറ്റവും പ്രബലമായിട്ട് രണ്ട് ശക്തികൾ. പണ്ട് നമ്മൾ അമേരിക്ക, റഷ്യ എന്നൊക്കെ പറയുന്നത് പോലെ ഉണ്ടായിരുന്ന രണ്ട് സാമ്രാജ്യങ്ങൾ. ലോകത്തുള്ള ഇതര രാജാക്കന്മാർ, അതേപോലെ തന്നെ ഇതര രാജ്യങ്ങളെല്ലാം ഈ രണ്ടിലേതെങ്കിലും ഒന്നിനെ അനുകൂലിച്ചുകൊണ്ടായിരുന്നു അവർ നിലനിന്നിരുന്നത് തന്നെ. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലുണ്ടായിരുന്ന ഖുറൈശികളായിട്ടുള്ള ആളുകൾ അവർ പേർഷ്യക്കാരെ അനുകൂലിച്ചവരായിരുന്നു. കാരണം അവർ മജൂസികളായിരുന്നു, അവർ അഗ്നി ആരാധകരായിരുന്ന വ്യക്തികളാണ്. അതേ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റോമക്കാരെ അനുകൂലിച്ചവരാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റോമക്കാരെ അനുകൂലിക്കാനുള്ള കാരണം റോമക്കാർ ക്രൈസ്തവരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വിശ്വാസപരമായിട്ട് മുസ്ലിങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ക്രൈസ്തവരാണ്. ആ ഒരു അർത്ഥത്തിൽ പ്രവാചകൻ അവരെയായിരുന്നു അനുകൂലിച്ചത്. അപ്പോൾ ഈ രണ്ട് സാമ്രാജ്യങ്ങൾ അവർ ചരിത്രത്തിലുടനീളം അവർ പരസ്പരം സംഘട്ടനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. BC 500 മുതൽ AD 600 വരെയുള്ള കാലഘട്ടങ്ങളിലുടനീളം ഈ രണ്ട് ശക്തികളും പരസ്പരം ശക്തി തെളിയിക്കാൻ വേണ്ടി അവർ പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം റോമൻ സാമ്രാജ്യത്തെ ശക്തമായി പരാജയപ്പെടുത്തിക്കൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ ശക്തിയായിട്ട് പേർഷ്യ മാറുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്താണ്. സുബ്ഹാനല്ലാഹ്. ആ ഒരു പരാജയപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ടാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തു റൂം 30-ാമത്തെ അധ്യായമായ സൂറത്തു റൂമിൻ്റെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുന്ന ഒരു പ്രവചനം. അലിഫ് ലാം മീം ഗുലിബത്തിർ റൂം ഫി അദ്നൽ അർളി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ ഫി ബിദ്ഇ സിനീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുന്ന പ്രവചനം. അതായത് റോമക്കാരെ ശക്തമായിട്ട് പേർഷ്യക്കാർ പരാജയപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരല്പ വർഷം കൊണ്ട് തീർച്ചയായിട്ടും റോം തിരിച്ചു വരുമെന്നുള്ള എല്ലാ അർത്ഥത്തിലും അസംഭവ്യമായിട്ട് തോന്നുന്ന ഒരു പ്രവചനമാണ് ആ സന്ദർഭത്തിൽ ഖുർആൻ നടത്തുന്നത്. പരിശുദ്ധ ഖുർആന്റെ ഈ പ്രവചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ പുലരാൻ ആരംഭിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുക. ഏതാനും വർഷം കൊണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള പതനമാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. അതായത് ലോകത്തിൻ്റെ ഏറ്റവും ഉന്നതിയിലിരിക്കുന്ന ഒരു സാമ്രാജ്യം വിരലിലെണ്ണാവുന്ന വർഷം കൊണ്ട് ചരിത്രത്തിൻ്റെ ഭാഗമായി തീരുന്ന ഒരു അത്ഭുതത്തെ ഒരർത്ഥത്തിലും വിശദീകരിക്കാൻ ചരിത്രകാരന്മാർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു ചോദ്യചിഹ്നമായിട്ട് ഇന്നും അവശേഷിക്കുകയാണ്. ഇത്രയും വലിയൊരു സാമ്രാജ്യത്തിന് ഈ രൂപത്തിലുള്ള അതിൻ്റെ പതനത്തിന് കാരണമായത് എന്ത് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുകയാണ്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനോഹരമായിട്ടുള്ള ഒരു പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ് ആ വിഷയത്തിൽ നമ്മൾ കാണുന്നത്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത് ലഭിച്ചതിന് ശേഷം സമീപ പ്രദേശത്തുള്ള രാജാക്കന്മാർക്കെല്ലാം പ്രവാചകൻ അവർക്കെല്ലാം കത്തെഴുതുകയുണ്ടായി. ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തെഴുതുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പേർഷ്യൻ ചക്രവർത്തിയായ ഖുസ്രുവിനും പ്രവാചകൻ കത്തെഴുതി. ഈ ലോകത്തിൻ്റെ ഉന്നതിയിൽ പേർഷ്യ ഇരിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ ചക്രവർത്തി ഖുസ്രു ആയിരുന്നു. ഖുസ്രു പർവീസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പം അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കത്തയച്ചു. സ്വാഭാവികമായിട്ട് ഇതര രാജ്യത്തുള്ള ഒരു രാജാവ് കത്തെഴുതുന്ന സന്ദർഭത്തിൽ അതിനോട് സ്വീകരിക്കേണ്ട അടിസ്ഥാനപരമായിട്ടൊരു മാന്യത ഉണ്ട്. അതുപോലും സ്വീകരിക്കാതെ പേർഷ്യൻ അഹങ്കാരിയായിട്ടുള്ള ഈ ഖുസ്രു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കത്ത് വായിക്കാൻ പോലും സന്നദ്ധമാകാതെ അദ്ദേഹം അത് പിച്ചി ചീന്തിയിടുകയാണ്. ഈ ഒരു വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ച സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നൊരു വാക്ക്, മസ്സഖഹും കുല്ല മുമസ്സഖ. എൻ്റെ കത്ത് പിച്ചി ചീന്തിയതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യവും പിച്ചി ചീന്തട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. കാരണം അള്ളാഹുവിനോടും പ്രവാചകനോടുമാണ് അദ്ദേഹം അഹങ്കാരം കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അഹങ്കാരത്തിനുള്ള ശിക്ഷ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ അത് നമ്മൾ കാണുകയാണ്. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി മാറിയ സന്ദർഭത്തിൽ അദ്ദേഹത്തിനുണ്ടായ ഏറ്റവും വലിയ വെല്ലുവിളി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെയായിരുന്നു. കാരണം കുടുംബത്തിലുള്ള ആളുകൾ അധികാരത്തിന് വേണ്ടിയുള്ള വടംവലി ആരംഭിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ അവസാനം സ്വന്തം മകൻ
ക്രൂരമായിട്ട് അദ്ദേഹത്തിൻ്റെ പിതാവിനെ, അതായത് ഖുസ്രുവിനെ സ്വന്തം മകനാണ് വധിക്കുന്നത്. മകന്റെ കൈകളാൽ ദാരുണമായിട്ട് ചക്രവർത്തി മരണപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ മരണപ്പെടുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. പിന്നീട് ഒന്നര വർഷത്തിനിടയിൽ മാറി 12ഓളം ഭരണാധികാരികൾ മാറി വരികയാണ്. കാരണം ഒരാൾ വരും, പിന്നീട് അയാളെ വീഴ്ത്താൻ വേണ്ടി കുടുംബത്തിനിടയിൽ വീണ്ടും അവർ വടംവലി ആരംഭിക്കും, അവർ പരസ്പരം പോരടിക്കും, അവസാനം അയാളെ വധിച്ച് അടുത്ത ആൾ വരും. ഈ രൂപത്തിൽ പരസ്പരം അവർ വധിച്ച് 1.5 വർഷ കാലഘട്ടം കൊണ്ട് 12ലേറെ അധികാരികൾ മാറി വരികയാണ്. സുബ്ഹാനല്ലാഹ്. മസ്സഖഹും കുല്ലു മുമസ്സഖ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിച്ചി ചീന്തട്ടെ എന്ന് പറയുന്ന ആ പ്രവാചകന്റെ പ്രവചനമാണ് ഇവിടെ പുലരുന്നത്. സുബ്ഹാനല്ലാഹ്. അവസാനം ഖുസ്രുവിന്റെ ആൺകുട്ടികളെല്ലാം അവരെല്ലാം തമ്മിലടിച്ച് മരണപ്പെട്ട അവസാനം അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയാണ് അധികാരത്തിൽ വരുന്നത്. ഖുസ്രുവിന്റെ പെൺകുട്ടിയായിരുന്ന പുരാൻ ദുഖ്ത് എന്നറിയപ്പെടുന്ന ഒരു സ്ത്രീയാണ് അവസാനം പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായിട്ട് വരുന്നത്. ഈ സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസിദ്ധമായിട്ടുള്ള ഹദീസ് പറയുന്നത്. അതായത് ഒരു സ്ത്രീ നയിക്കുന്ന സമൂഹം ഒരിക്കലും വിജയിക്കുകയില്ല എന്ന പ്രവാചകന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസിദ്ധമായിട്ടുള്ള ഹദീസ്. ആ സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ലം യുഫ്ലിഹു ഖൗമുൻ വല്ലൗ അംറഉം ഇംറഅ എന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്. ഈ ഹദീസിനെ സംബന്ധിച്ച് 2 രൂപത്തിലുള്ള അഭിപ്രായം പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. ഒരു വിഭാഗം പണ്ഡിതന്മാർ ഇത് ഒരു ഖബറായിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേർഷ്യയുടെ ആ ഒരു വാർത്തയായിട്ടാണ് ഇത് പറഞ്ഞതെന്നും അതേ സന്ദർഭത്തിൽ ഇതൊരു അമ്രാണ്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന രൂപത്തിലാണ് പറഞ്ഞതെന്നുള്ള 2 അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും. ഏതായിരുന്നാലും ഈ ഖുസ്രുവിന്റെ പെൺകുട്ടി അധികാരത്തിൽ വരുന്നു. അവൾക്ക് ശേഷം പിന്നീട് 2 ഭരണാധികാരികൾ കൂടെ വരുന്നു. അവസാനം ഖുസ്രുവിന്റെ പേരക്കിടാവായ യസ്ദജർജ് മൂന്നാമൻ, അദ്ദേഹമാണ് പിന്നീട് അവസാനത്തെ പേർഷ്യൻ അധികാരിയായിട്ട് വരുന്നത്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് ഈ യസ്ദജർജ് ആയിരുന്നു പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരി. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ഈ ഒരു പ്രവചനം പൂർത്തീകരിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ പ്രവചനത്തിന്റെ പുലർച്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസല്ല നിരവധി സന്ദർഭത്തിൽ പേർഷ്യയുടെ തകർച്ച പ്രവചിച്ചതായിട്ട് കാണാൻ സാധിക്കും. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ പോകുന്ന സന്ദർഭത്തിൽ സുബ്ഹാനല്ലാഹ് മനോഹരമായിട്ടുള്ള സംഭവം, പ്രവാചകൻ രഹസ്യമായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം ഹിജറ പോയിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വേണ്ടി വരുന്ന സുറാഖത്ത് ഇബ്നു മാലിക്, അദ്ദേഹം പിന്നീട് ഇസ്ലാമിലേക്ക് വന്നു. അദ്ദേഹം തന്നെയാണ് ഹദീസ് ഉദ്ധരിക്കുന്നത്. ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ പ്രവാചകനെ വധിക്കാൻ വേണ്ടി പ്രവാചകനെ അദ്ദേഹം മരുഭൂമിയിൽ കാണുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തിയ സന്ദർഭത്തിൽ യാദൃച്ഛികമായിട്ട് അദ്ദേഹത്തിന്റെ കുതിരയുടെ കാലുകൾ മണ്ണിലേക്ക് പൂണ്ടുപോവുകയാണ്. അദ്ദേഹം കുതിരയുടെ കാല് വലിച്ചെടുക്കുന്നു. പിന്നീടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുന്നു. പ്രവാചകന്റെ അടുത്തെത്താനാകുമ്പോൾ വീണ്ടും അത് സംഭവിക്കും. അവസാനം അദ്ദേഹത്തിനും പ്രവാചകനും ഇടയിൽ ഒരു പുകയുടെ ഒരു മറ സൃഷ്ടിക്കപ്പെടുകയാണ്. അവസാനം അദ്ദേഹത്തിന് മനസ്സിലായി, ഒരിക്കലും എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കീഴടക്കാൻ സാധിക്കുകയില്ല എന്ന്. അപ്പോൾ അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു, പ്രവാചകൻ എനിക്ക് താങ്കളുടെ അടുത്തെത്താൻ അനുമതി നൽകണമെന്ന്. അത് പറഞ്ഞ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്താൻ സാധിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ അദ്ദേഹവുമായിട്ട് സംസാരിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം മടങ്ങുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യം, ഓ സുറാഖ, താങ്കൾ പേർഷ്യൻ ചക്രവർത്തിയുടെ വളകൾ താങ്കളുടെ കയ്യിൽ അണിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്. ചോദ്യം കേട്ട സന്ദർഭത്തിൽ അത്ഭുതത്തോടുകൂടെ സുറാഖത്ത് ഇബ്നു മാലിക് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, പേർഷ്യയുടെ ഭരണാധികാരിയായിട്ടുള്ള കിസ്രയാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? അത്ഭുതത്തോടുകൂടെ. കാരണം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, സ്വന്തം ജീവന് പോലും സംരക്ഷണമില്ലാതെ ഒളിച്ചോടുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ലോകത്ത് അക്കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ശക്തിയായ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയുടെ കൈവളകൾ ഈ മരുഭൂമിയിലുള്ള ഈ ബദുവിന്റെ കയ്യിലെത്തിച്ചേരുമെന്ന് പ്രവചിക്കുന്നത്. 1% പോലും അതിന്റെ സംഭവ്യത ആ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകുകയില്ല. പക്ഷേ സുബ്ഹാനല്ലാഹ്, ഈ ഒരു പ്രവചനവും പൂർത്തീകരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അവസാനം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് പേർഷ്യൻ സാമ്രാജ്യത്തെ കീഴടക്കിയ സന്ദർഭത്തിൽ പേർഷ്യൻ ചക്രവർത്തിയുടെ അദ്ദേഹത്തിന്റെ സ്വത്തുക്കളെല്ലാം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പള്ളിയിലേക്ക് എത്തിയ സന്ദർഭത്തിൽ അതിൽ നിന്നും ഈ ഖുസ്രുവിന്റെ കൈവളകൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എടുത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രവചനത്തിന്റെ പൂർത്തീകരണത്തിനായിട്ട് സുറാഖത്ത് ഇബ്നു മാലിക്കിന്റെ കൈകളിലേക്ക് ധരിപ്പിക്കുന്നതായിട്ട് ഒരു സംഭവം കാണാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്, അത്ര അത്ഭുതകരമാണ്. അതേപോലെ തന്നെ മറ്റൊരു സന്ദർഭത്തിൽ നസായി ഉദ്ധരിക്കുന്ന ഹദീസിൽ മനോഹരമായിട്ടുള്ള മറ്റൊരു സംഭവം, ഖന്തക് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കിടങ്ങ് ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ സ്വഹാബികൾ ഒരു കല്ല് എത്ര വെട്ടിയിട്ട് അത് കല്ല് മുറിയുന്നില്ല. അപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, പ്രവാചകർ, ഈ കല്ല് എത്ര വെട്ടിയിട്ടും വെട്ടുന്നു. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അനുയായികൾ നേതാവിനെയാണ് ഈ പണിക്ക് വേണ്ടി വിളിക്കുന്നത്. നമ്മളെല്ലാം അതിൻ്റെ നേർ വിപരീത കാഴ്ചയാണ്
ഇന്ന് നമ്മൾ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ആ മഴു വാങ്ങിയിട്ട് പ്രവാചകൻ ശക്തമായിട്ട് ആ കല്ല് വെട്ടുകയാണ്. വെട്ടിയ സന്ദർഭത്തിൽ അതിൽ നിന്നും തീപ്പൊരി പാറുകയാണ്. സ്വഹാബികളായിട്ടുള്ള ആളുകൾ ചോദിച്ചു, പ്രവാചകർ എന്ത് വെട്ടാണ് നിങ്ങൾ വെട്ടിയത്? തീപ്പൊരി പോലെ അതിൽ നിന്ന് പോകുന്നതായിട്ട് നിങ്ങൾ കണ്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ വെട്ടിയ സന്ദർഭത്തിൽ പ്രവാചകൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, അല്ലാഹു അക്ബർ, ഷ്യാമിൻ്റെ താക്കോൽ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അതായത് സിറിയ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഘട്ടത്തിൽ വിളിച്ചു പറയുകയാണ്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാറയിൽ വെട്ടി. ആ സന്ദർഭത്തിലും തീപ്പൊരി വന്നു. ആ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ വിളിച്ചു പറഞ്ഞു, അല്ലാഹു അക്ബർ, പേർഷ്യയുടെ താക്കോൽ എനിക്ക് അള്ളാഹു നൽകപ്പെട്ടിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ വെട്ടുന്നു. മൂന്നാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു അക്ബർ, മദാഇനിലെ വെള്ളക്കോട്ടകൾ ഞാനിപ്പോൾ കാണുന്നു. ഈ ഒരു 3 പ്രവചനം, സുബ്ഹാനല്ലാഹ്, ഈ 3 പ്രവചനവും പൂർത്തീകരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ശ്യാം ഇസ്ലാമിൻ്റെ അധീനതയിലേക്ക് വന്നതായിട്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. ഇപ്പോൾ പേർഷ്യയും ഇസ്ലാമിൻ്റെ അധീനതയിലേക്ക് വരാൻ പോവുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ് ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത്. ഏതായിരുന്നാലും പേർഷ്യയുമായിട്ട് ബന്ധപ്പെട്ട നേരത്തെ സൂചിപ്പിക്കപ്പെട്ട ചരിത്രം അത് ചുരുങ്ങിയ രൂപത്തിൽ ഒരിക്കൽ കൂടെ ആവർത്തിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്താണ് ആരംഭിക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ മുസന്ന ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി, അദ്ദേഹം ബഹ്റൈനിലെ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച സന്ദർഭത്തിൽ ഖലീഫയുടെ അനുമതി ഇല്ലാതെ തന്നെ അദ്ദേഹം പേർഷ്യയുടെ ഒരു ചെറിയ ഭാഗവുമായിട്ട് അദ്ദേഹം യുദ്ധം തുടങ്ങുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ യുദ്ധത്തിൽ, അദ്ദേഹത്തിൻ്റെ നടത്തിയ മുന്നേറ്റത്തിൽ എല്ലാ അർത്ഥത്തിൽ അദ്ദേഹത്തിന് വിജയം കൈവരിക്കാൻ സാധിക്കുന്നു. വിജയിച്ച സന്ദർഭത്തിൽ അദ്ദേഹം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, അതായത് പേർഷ്യക്കാർക്കെതിരെ ഞാനൊരു നീക്കം നടത്തിയിട്ടുണ്ട്, അത് എനിക്ക് വിജയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നീക്കം അല്ലെങ്കിൽ ആ സൈനിക മുന്നേറ്റം എനിക്ക് തുടരാൻ കൂടുതൽ സൈന്യത്തെ താങ്കൾ വിട്ടുതരേണ്ടതുണ്ടെന്ന് ഖലീഫയോട് മുസന്ന ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു അഭിപ്രായപ്പെടുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു യമാമ യുദ്ധത്തിന് ശേഷം മുസന്ന ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹുയോട് കൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ പേർഷ്യയുടെ കീഴിലുള്ള ഇറാഖിലേക്ക് അയക്കുകയാണ്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അവിടെ പോയി ഇറാഖും സമീപ പ്രദേശങ്ങളെല്ലാം കീഴടക്കി മുന്നേറ്റം തുടങ്ങിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് സിറിയയിലേക്ക് മടങ്ങാൻ വേണ്ടി കൽപ്പിക്കുന്നത്. അപ്പോൾ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പേർഷ്യയിൽ യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹം സിറിയയിലേക്ക് പോവുകയാണ്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പോകുന്ന സന്ദർഭത്തിൽ അദ്ദേഹം മുസന്ന ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹുവിനെ ചുമതല ഏൽപ്പിക്കുകയാണ്. അതായത് കീഴടക്കിയ പ്രദേശങ്ങളിൽ ചുമതല മുസന്ന ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുന്നു. പകുതി സൈന്യത്തെ അവിടെ ഉപയോഗിച്ചുകൊണ്ടാണ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു മടങ്ങുന്നത്. സ്വാഭാവികമായിട്ടും ഈ അവസരം പേർഷ്യക്കാരായിട്ടുള്ള ആളുകൾ മുതലെടുക്കും. അവർ തിരിച്ചടി ആരംഭിക്കുകയാണ്. തങ്ങൾക്ക് നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ തിരിച്ചു പിടിക്കാൻ വേണ്ടി അവർ മുസ്ലിം സൈന്യത്തെ പ്രതിരോധിക്കാൻ അവരുടെ പ്രതിരോധ നടപടികൾ അവർ ആരംഭിക്കുകയാണ്. അവർ അതിൻ്റെ ഭാഗമായിട്ട് മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധത്തിന് വരികയാണ്. ഈ സന്ദർഭത്തിൽ ഈ മുസന്ന ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹുവും അതേപോലെ തന്നെ മുസ്ലിം സൈന്യാധിപനായിട്ടുള്ള മറ്റൊരു വ്യക്തി അബൂ ഉബൈദ സഖഫി റളിയല്ലാഹു അൻഹു, ഈ രണ്ടാളുകളും അവർ കഴിയുന്ന രൂപത്തിലൊക്കെ പ്രതിരോധിച്ചെങ്കിലും പേർഷ്യൻ സൈന്യം അവർ വലിയൊരു സൈന്യവുമായിട്ട് മുസ്ലിങ്ങളെ നേരിടാൻ വേണ്ടി വരികയാണ്. മുസ്ലിങ്ങൾ യൂഫ്രട്ടീസ് നദിയുടെ തീരത്തും പേർഷ്യൻ സൈന്യം മറുകരയിലുമായിട്ട് താവളമടിച്ചു. അവസാനം ഈ രണ്ട് സൈന്യത്തിന് പുറമെ നദിക്ക് കുറുകെ ഒരു പാലമുണ്ട്. യൂഫ്രട്ടീസ് നദിയുടെ കുറുകെ ഒരു ചെറിയ പാലമുണ്ടായിരുന്നു. അപ്പോൾ പേർഷ്യൻ സൈന്യാധിപനായിരുന്ന റുസ്തം അദ്ദേഹം മുസ്ലിങ്ങളെ വെല്ലുവിളിച്ചു. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് ഈ പാലം കടന്ന് ഇങ്ങോട്ട് വരാൻ ധൈര്യമുണ്ടോ എന്ന് അദ്ദേഹം വെല്ലുവിളിച്ചു. യഥാർത്ഥത്തിൽ അതൊരു വലിയ തന്ത്രമായിരുന്നു. മുസന്ന ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹുവിന് ആ തന്ത്രം മനസ്സിലാക്കാൻ സാധിച്ചു. പക്ഷേ അബൂ ഉബൈദ സഖഫി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞ ആ വെല്ലുവിളി സ്വീകരിച്ച് നമ്മൾ പോകേണ്ടതുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുസ്ലിങ്ങളുമായിട്ട് ആ പാലം മുറിച്ച് കടന്ന് ശത്രുക്കളുടെ പ്രവിശ്യയിലേക്ക് പോവുകയാണ്. മുസ്ലിങ്ങൾ പാലം മുറിച്ച് കടന്ന ഉടൻ തന്നെ ശത്രുക്കളായിട്ടുള്ള ആളുകൾ ആ പാലം നശിപ്പിക്കുകയാണ്. ശത്രുക്കൾ പാലം നശിപ്പിച്ചതിന് ശേഷം അതിഘോരമായിട്ടുള്ള യുദ്ധം അരങ്ങേറുകയാണ്. മുസ്ലിങ്ങൾക്ക് തിരിച്ചു പോകാൻ വരെ സ്ഥലമുണ്ടായിരുന്നില്ല. കാരണം പാലമാണ് ആകെ ഉണ്ടായിരുന്ന വഴി. അതവർ നശിപ്പിച്ചുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ ആ ഒരു സ്ഥലത്തിനിടയിൽ കുടുങ്ങി. മുസ്ലിങ്ങൾക്ക് വൻ ശക്തമായിട്ട് തിരിച്ചടി ഇവിടെ നേരിടേണ്ടി വരികയാണ്. 4000-ഓളം മുസ്ലിങ്ങൾ ആ ഒരു യുദ്ധത്തിൽ മരണപ്പെടുകയാണ്. മുസ്ലിം സൈന്യാധിപനായിരുന്ന മുസന്ന ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പരിക്കുകളോടെ രക്ഷപ്പെട്ടെങ്കിലും ഇതര സൈന്യാധിപനായിരുന്ന അബൂ ഉബൈദ സഖഫി റളിയല്ലാഹു അൻഹു അദ്ദേഹം ആ യുദ്ധത്തിൽ മരണപ്പെടുകയാണ്. മുസ്ലിങ്ങളെ ഈ രൂപത്തിലുള്ള പരാജയത്തിന് ഒരു കാരണം പേർഷ്യക്കാരായിട്ടുള്ള ആളുകൾ അവർ ആനയെ ആ യുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്നു. അത് പേർഷ്യൻ യുദ്ധതന്ത്രങ്ങളിൽ ഒന്നായിരുന്നു. അവർ നിരവധി ആനകളുമായിട്ടാണ് യുദ്ധത്തിന് വന്നത്. അപ്പോൾ ആനകളുമായിട്ടുള്ളൊരു ആ രൂപത്തിലുള്ളൊരു യുദ്ധം മുസ്ലിങ്ങൾക്ക് മുൻപരിചയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ
ആനകളുമായിട്ടുള്ള യുദ്ധത്തിൽ മുസ്ലിങ്ങൾ എല്ലാ അർത്ഥത്തിലും പരാജയപ്പെടുന്നു. ഒരു ആനയുടെ ചവിട്ടേറ്റുകൊണ്ടാണ് മുസ്ലിം സൈന്യാധിപനായ അബൂബൈദ സഖഫി റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ മരണപ്പെടുന്നത്. വളരെ പ്രസിദ്ധമായിട്ടുള്ള യുദ്ധം ജിസ്ർ യുദ്ധം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ജിസ്ർ എന്നുള്ള അറബി പദത്തിനർത്ഥം പാലം എന്നുള്ളത്. അതായത് ഈ ഒരു പാലം കൊണ്ടാണ് ഈ രൂപത്തിലുള്ള പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ആ യുദ്ധം ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ഹർബുൽ ജിസ്ർ അല്ലെങ്കിൽ ജിസ്ർ യുദ്ധം എന്ന പേരിലാണ്. ഈ രൂപത്തിൽ മുസ്ലിങ്ങൾക്കേറ്റ കനത്ത ആഘാതം. ഈ ഒരു സന്ദർഭത്തിൽ മുസ്ലിം സൈന്യാധിപനായിരുന്ന ഒരാൾ മരണപ്പെട്ടു. മുസന്ന ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം ഒരു വികാര നിർഭരമായിട്ടുള്ള ഒരു കത്ത് അദ്ദേഹം എഴുതുകയാണ്. ആ കത്ത് വായിച്ച സന്ദർഭത്തിൽ ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്നെ സ്വയം യുദ്ധത്തിന് വരാൻ വേണ്ടി സന്നദ്ധമാണ്. അത്രയേറെ അദ്ദേഹത്തിന് വിഷമം തോന്നി. കാരണം അത്രയേറെ മുസ്ലിങ്ങളാണ് പേർഷ്യക്കാർ വധിച്ചിട്ടുള്ളത്. അദ്ദേഹം തന്നെ യുദ്ധത്തിന് വരാൻ തയ്യാറാകുന്നു. മദീനയിലുണ്ടായിരുന്ന സ്വഹാബികളെല്ലാം അദ്ദേഹത്തെ തടയുകയാണ്. താങ്കൾ ഈ സന്ദർഭത്തിൽ യുദ്ധത്തിന് പോകരുത്, താങ്കളെ ഖലീഫയായിട്ട് ഞങ്ങൾക്ക് വേണ്ടതുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ തടയുകയാണ്. അവസാനം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ 4000-ഓളം വരുന്ന സൈന്യത്തെ പേർഷ്യയിലേക്ക് അയക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇവിടെയും നിങ്ങൾ നോക്കുക, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെയും സൈന്യാധിപനായിട്ട് തിരഞ്ഞെടുക്കുന്നത് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനാണ്. നേരത്തെ സൂചിപ്പിച്ചു, ഉമർ റളിയല്ലാഹു അൻഹു എപ്പോഴും നോക്കിയത് ശ്രേഷ്ഠരായിട്ടുള്ള സ്വഹാബികൾക്ക് ഉന്നത പദവികൾ നൽകുന്ന ആ ഒരു രൂപത്തിലുള്ള അഭിപ്രായക്കാരനായിരുന്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. നേരത്തെ അബൂബൈദ റളിയല്ലാഹു അൻഹുവിനാണ് അദ്ദേഹം അയക്കുന്നത്. അദ്ദേഹം അശറ മുബശ്ശറയിൽപ്പെട്ട അല്ലെങ്കിൽ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 ആളുകളിൽ ഒരു വ്യക്തിയാണ് അബൂബൈദ റളിയല്ലാഹു അൻഹു. ഇവിടെയും അദ്ദേഹം തെരഞ്ഞെടുക്കുന്നത് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹവും അശറ മുബശ്ശറയിൽപ്പെട്ട മറ്റൊരു സ്വഹാബിയാണ്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പേർഷ്യയിലേക്ക് അദ്ദേഹം പോകുന്നു. അദ്ദേഹം അവിടെ എത്തിയ സന്ദർഭത്തിൽ പേർഷ്യക്കാർ ലക്ഷത്തിൽ വരുന്ന സൈന്യത്തെയാണ് മുസ്ലിങ്ങളെ നേരിടാൻ വേണ്ടി ഒരുക്കി നിൽക്കുന്നത്. മുസ്ലിങ്ങൾ അതിൻ്റെ 1/3 മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ മുസ്ലിം സൈന്യത്തിൻ്റെ ആത്മവിശ്വാസവും മറ്റും കണ്ട സന്ദർഭത്തിൽ പേർഷ്യൻ സൈന്യാധിപനായിരുന്ന റുസ്തം അദ്ദേഹം മുസ്ലിങ്ങളെ സന്ധി സംഭാഷണത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ്. അപ്പം അതിനായിട്ട് ഒരാളെ തനിക്ക് വിട്ടുതരണമെന്ന് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനോട് റുസ്തം ആവശ്യപ്പെടുകയാണ്. സഅദ് ബിൻ അബി വഖാസ് സന്ധി സംഭാഷണത്തിന് വേണ്ടി റിബഈ ബിൻ ആമിർ റളിയല്ലാഹു അൻഹു എന്നറിയപ്പെടുന്ന ഒരു സ്വഹാബിയാണ് പറഞ്ഞേക്കുന്നത്. അദ്ദേഹം ഒരു സാധാരണക്കാരൻ്റെ വേഷത്തിൽ പേർഷ്യൻ കൊട്ടാരത്തിലേക്ക് ചെല്ലുകയാണ്. പേർഷ്യൻ കൊട്ടാരം എന്ന് വെച്ചാൽ ലോകത്തിൽ ഏറ്റവും വലിയ ശക്തിയായ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം അല്ലെങ്കിൽ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ കൊട്ടാരം എന്നുള്ളത് എല്ലാവിധ ആഡംബരങ്ങൾ കൊണ്ടും അലങ്കരിച്ച രൂപത്തിലായിരുന്നു. സ്വർണത്തിൻ്റെ സിംഹാസനവും പട്ടുകൊണ്ടുള്ള പരവതാനിയും എല്ലാം വിരിച്ച അതിമനോഹരമായിട്ടുള്ള കൊട്ടാരത്തിലേക്കാണ് അദ്ദേഹം ഈ രൂപത്തിൽ കയറി ചെല്ലുന്നത്. റിബഈ ബിൻ ആമിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം കൊട്ടാരത്തിലെത്തി അദ്ദേഹത്തിൻ്റെ ഈ രൂപത്തിലുള്ള ആഡംബരങ്ങളൊന്നും അത് കണ്ടൊന്നും അദ്ദേഹത്തിൻ്റെ കണ്ണ് മഞ്ഞളിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം കുതിരയുടെ കയറ് കെട്ടുന്നത് ആ വിലപിടിപ്പുള്ള പരവതാനിയുടെ അറ്റത്താണ് കുതിരയുടെ കയറ് അദ്ദേഹം കെട്ടുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ സമീപനമൊക്കെ കണ്ട സന്ദർഭത്തിൽ പേർഷ്യൻ കൊട്ടാരത്തിലുള്ള ആളുകൾക്ക് അദ്ദേഹത്തോട് പുച്ഛം തോന്നുകയാണ്. അദ്ദേഹത്തെ അവർ പരിഹസിച്ച് ചിരിക്കുക പോലും ഉണ്ടായി. പിന്നീട് പേർഷ്യൻ സൈന്യാധിപനായിരുന്ന റുസ്തം റിബഈ ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനോട് അഹങ്കാരത്തോടു കൂടെ ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? എന്തിനാണ് നിങ്ങൾ ഈ രൂപത്തിൽ ഇവിടെ വന്നിട്ടുള്ളത്? എന്താണ് നിങ്ങളുടെ ലക്ഷ്യം? ഈ ഒരു ചോദ്യത്തിന് റിബഈ ബിൻ ആമിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം നൽകിയ മറുപടി, സുബ്ഹാനല്ലാഹ്, ചരിത്രപ്രസിദ്ധമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി. ഈ രൂപത്തിൽ അവർ പരിഹസിച്ച ഒരാളിൽ നിന്നും ഇത്രയും മനോഹരമായിട്ടുള്ള മറുപടി അവരൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. റിബഈ ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറഞ്ഞ പ്രസിദ്ധമായിട്ടുള്ള വാക്ക് ലിനുഖ്രിജ മിൻ ഇബാദത്തിൽ ഇബാദ് ഇലാ ഇബാദത്തി റബ്ബിൽ ഇബാദ്, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള വാക്കുകൾ. അദ്ദേഹം പറഞ്ഞത്, മാനവ സമൂഹത്തെ അടിമകളുടെ അടിമത്തത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ അടിമത്തത്തിലേക്കും ഐഹിക ജീവിതത്തിൻ്റെ കുടുസിൽ നിന്ന് പരലോകത്തിൻ്റെ വിശാലതയിലേക്കും നിലവിലുള്ള വ്യവസ്ഥിതികളുടെ അനീതിയിൽ നിന്ന് ഇസ്ലാമിൻ്റെ നീതിയിലേക്കും മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. സുബ്ഹാനല്ലാഹ്, മനോഹരമായ കടൽ പോലെ വിശാലമായിട്ടുള്ള അർത്ഥതലങ്ങളുള്ള മനോഹരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി. അദ്ദേഹത്തിൻ്റെ ആ മറുപടി കേട്ട് അവർ എല്ലാ അർത്ഥത്തിലും അത്ഭുതപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ പെരുമാറ്റ രീതിയും ധീരതയും കണ്ട സന്ദർഭത്തിൽ അവർക്ക് വല്ലാത്ത മതിപ്പ് തോന്നാണ് റിബഈ ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനോട്. അവരദ്ദേഹത്തെ തിരിച്ചയക്കുന്നു. ഞങ്ങൾ കൂടി ആലോചിച്ചതിന് ശേഷം ഒരു തീരുമാനം പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ചക്രവർത്തി അദ്ദേഹത്തെ തിരിച്ചയക്കുകയാണ്. അപ്പോൾ സന്ധി സംഭാഷണങ്ങളെല്ലാം പരാജയപ്പെടുന്ന അവസാനം പേർഷ്യക്കാർ യുദ്ധത്തിന് വേണ്ടി തന്നെ വരികയാണ്. ഈ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് മുസ്ലിങ്ങളും പേർഷ്യക്കാരും ഖാദിസിയയിലെത്തുകയാണ്. ഖാദിസിയ എന്നറിയുന്നത് ഇന്ന്
ഇന്നത്തെ ആധുനിക ഇറാഖിലുള്ള ഒരു ഗ്രാമമാണ് ഖാദിസിയ. ഈ ഖാദിസി യുദ്ധം യഥാർത്ഥത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള യുദ്ധമാണ്. ഈ യുദ്ധമാണ് പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ പതനത്തിന് കാരണമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധം എന്നുള്ള നിലക്ക് ഖാദിസിയ യുദ്ധം വളരെ ചരിത്രപ്രസിദ്ധമാണ്. 4 ദിവസം സുദീർഘമായിട്ടുള്ള യുദ്ധത്തിന്റെ ചരിത്രം മുഴുവനായിട്ട് പറയുന്നില്ല. ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ 4 ദിവസം നീണ്ടുന്ന യുദ്ധത്തിൽ ഓരോ ദിവസവും നിരവധി സംഭവങ്ങൾ അരങ്ങേറുന്നുണ്ട്. ആദ്യത്തെ ദിനത്തിൽ മുസ്ലിങ്ങൾ ഒരു ഘട്ടത്തിൽ പരാജയപ്പെടുമോ എന്നുള്ള അടുത്ത് വരെ കാര്യങ്ങളെത്തി. പ്രധാനപ്പെട്ട ഒരു കാരണം പറയപ്പെടുന്നത് പേർഷ്യക്കാരുടെ ഭാഗത്ത് അവർ 50ഓളം ആനകളെ യുദ്ധത്തിന് വേണ്ടി കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ആനകളുമായിട്ട് ഉള്ള ഒരു യുദ്ധം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുപരിചിതമായിരുന്നു. അവർക്ക് അത്തരത്തിലൊരു മുൻപരിചയമില്ല ആനകളുമായിട്ടുള്ളൊരു യുദ്ധം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആനകളുമായിട്ടുള്ള അവർ നടത്തിയ യുദ്ധരീതി എല്ലാ അർത്ഥത്തിലും മുസ്ലിങ്ങൾക്ക് ഇടയിൽ വലിയ പ്രയാസമുണ്ടാക്കി. മുസ്ലിങ്ങളുടെ കുതിരകൾ ആനയെ കണ്ട് ഭയന്നോടി. ഈ രൂപത്തിൽ മുസ്ലിങ്ങൾ ഒരർത്ഥത്തിൽ പരാജയപ്പെടുമോ എന്നുള്ള ആദ്യത്തെ ദിവസത്തിൽ മുസ്ലിങ്ങൾ പരാജയപ്പെടുമോ എന്ന് സംശയിച്ചു. രണ്ടാമത്തെ ദിവസത്തിൽ മുസ്ലിങ്ങൾ ചെയ്ത ഒരു തന്ത്രം എന്താണെന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ അവരുടെ സംഘത്തെ വിവിധ ഭാഗങ്ങളാക്കി വേർതിരിച്ചു. ആ ശത്രുക്കളുടെ കണ്ണിൽ അവർ കണ്ടാൽ വീണ്ടും സൈന്യത്തെ കൊണ്ടുവന്ന് മുസ്ലിം സൈന്യത്തിന്റെ ശക്തി വർദ്ധിച്ചിട്ടുണ്ടെന്ന് അവർ തോന്നിക്കുന്ന വിധത്തിൽ ഇതൊരു യുദ്ധതന്ത്രമാണ്. അതായത് ഉള്ള ആളുകളെ വ്യത്യസ്ത ഗ്രൂപ്പുകളാക്കി തിരിച്ച് ശത്രുക്കളുടെ കണ്ണിൽ അവരൊരുപാടുണ്ടെന്ന് തോന്നിക്കുന്ന രൂപത്തിൽ ഏറ്റവും ആധുനികമായിട്ടുള്ള യുദ്ധങ്ങളിൽ പോലും അതേ തന്ത്രം അവർ ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് 20 യുദ്ധവിമാനങ്ങളാണുള്ളതെങ്കിൽ അതൊരു പ്രത്യേക രൂപത്തിൽ അത് വിന്യസിച്ച് ശത്രുക്കളായിട്ടുള്ള ആളുടെ കണ്ണിൽ ഒരുപാടുള്ളതായിട്ട് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു യുദ്ധതന്ത്രം അതാണ് മുസ്ലിങ്ങൾ അതിൽ ഉപയോഗിച്ചത്. അതേപോലെ തന്നെ മറ്റൊരു രസകരമായിട്ടുള്ളൊരു കാര്യം മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഉപയോഗിച്ച മറ്റൊരു തന്ത്രം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒട്ടകത്തെ അല്ല ഒരു പ്രത്യേക ജീവിയുടെ രൂപത്തിൽ, അതായത് ഒരു അപൂർവ ജീവിയെ പോലെ ഒട്ടകത്തെ വേഷം കെട്ടിച്ചു. അപ്പം അതുകൊണ്ട് തന്നെ ഈ രൂപത്തിൽ ഒട്ടകത്തെ കണ്ട സന്ദർഭത്തിൽ തലേ ദിവസം മുസ്ലിങ്ങളുടെ കുതിരകൾ ആനകളെ കണ്ട് ഭയന്നോടിയതുപോലെ ശത്രുക്കളുടെ കുതിരകളെല്ലാം ഒട്ടകത്തിന്റെ ഈ രൂപം കണ്ട സന്ദർഭത്തിൽ കുതിരകൾ പരിഭ്രാന്തരായിട്ട് തിരിച്ചുവിടാൻ തുടങ്ങി. അതെല്ലാ അർത്ഥത്തിലും മുസ്ലിങ്ങൾക്ക് സുബ്ഹാനല്ലാഹ് അനുകൂലമായി തീരും. സുബ്ഹാനല്ലാഹ് ഈ തന്ത്രങ്ങളെല്ലാം എവിടെ നിന്നാണ് ലഭിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കാം. ആ അവസരത്തിനൊത്ത് മുസ്ലിങ്ങൾ ഉയരാൻ അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം എന്നല്ലാതെ മറ്റൊരർത്ഥത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധ്യമല്ല. അപ്പോൾ 2-ാം ദിവസം മുസ്ലിങ്ങൾക്ക് ഒരൽപ്പം മുന്നേറ്റം നടത്താൻ സാധിക്കുന്നു. 3-ാമത്തെ ദിവസത്തിൽ പേർഷ്യക്കാരെന്ത് ചെയ്യുന്നു വെച്ചാൽ അവർ കൂടുതൽ ആനകൾ ഇറക്കുകയാണ്. പേർഷ്യൻ മുന്നേറ്റം സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ടെന്റ് വരെ എത്തി. അതായത് മുസ്ലിം സൈന്യാധിപനായിട്ടുള്ള സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു താമസിക്കുന്ന ആ ഒരു ക്വാർട്ടേഴ്സ് വരെ അവർ മുന്നേറ്റം നടത്തി. ആനകളാണ് മുസ്ലിം മുന്നേറ്റത്തിന് തടസ്സമെന്ന് മനസ്സിലാക്കിയ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു മുസ്ലിം സൈന്യത്തോട് അദ്ദേഹം നിർദ്ദേശിച്ചു, നിങ്ങൾ ആനകളുടെ കണ്ണിലേക്ക് അമ്പെയ്യുക. സ്വാഭാവികമായിട്ടും കണ്ണ് നശിച്ചു കഴിഞ്ഞാൽ ആനകളായിട്ടുള്ള ആളുകൾ അവർ എല്ലാ അർത്ഥത്തിലും അവരുടെ നിയന്ത്രണത്തിൽ നിന്നും ആ ആനകളുടെ മേലെയുള്ള നിയന്ത്രണം പേർഷ്യക്കാർക്ക് നഷ്ടപ്പെടും. അത് എല്ലാ അർത്ഥത്തിലും യുദ്ധം അലങ്കോലമാകാൻ അത് കാരണമാകുന്നു മനസ്സിലാക്കിയ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഈ ഒരു കൽപ്പന മുസ്ലിങ്ങൾക്ക് നൽകുകയാണ്. അവരതിൻ്റെ അടിസ്ഥാനത്തിൽ ആനകളുടെ കണ്ണിലേക്ക് അമ്പെയ്യുന്നു. ആ തീരുമാനം എല്ലാ അർത്ഥത്തിലും വിജയകരമായിരുന്നു. മുസ്ലിങ്ങൾക്ക് ഒരല്പം കൂടെ ആധിപത്യം യുദ്ധത്തിൽ ലഭിക്കാൻ അത് കാരണമായി തീരുന്നു. 3-ാം ദിവസവും ഘോരമായിട്ടുള്ള യുദ്ധം തുടരുകയാണ്. രാത്രി മുഴുനീളം യുദ്ധം തുടരുന്ന അവസാനം രാവിലെ വരെ, അതായത് 24 മണിക്കൂർ തുടർച്ചയായിട്ട് യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം യുദ്ധം അവസാനിച്ച സന്ദർഭത്തിൽ പേർഷ്യക്കാരെ പരാജയപ്പെടുത്തിക്കൊണ്ട് മുസ്ലിങ്ങൾക്ക് വിജയം നേടാൻ സാധിച്ചു എന്നുള്ളത് സുബ്ഹാനല്ലാഹ്. അതായത് ലക്ഷക്കണക്കിന് വരുന്ന പേർഷ്യക്കാരെയാണ് കേവലം അതിൻ്റെ 1/3 വരുന്ന മുസ്ലിങ്ങളെ തോൽപ്പിക്കുന്നത്. ഇതും ഇത്രയേറെ ആനകളും മറ്റു സജ്ജീകരണങ്ങളായിട്ട് വന്നിട്ട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം എന്നല്ലാതെ സുബ്ഹാനല്ലാഹ് ഇതിനെ സംബന്ധിച്ച് ഏത് രൂപത്തിലാണ് ഇത് വിശദീകരിക്കാമെന്ന് പോലും അറിയില്ല. ഖാദിസിയയിലെ വിജയ വാർത്ത ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആവേശത്തോടു കൂടെ മദീനയിൽ കാത്തിരിക്കുകയായിരുന്നു ആ വിജയത്തിന്റെ വാർത്ത ലഭിക്കാൻ വേണ്ടി. ഈ വിജയ വാർത്ത ലഭിച്ച ഉടനെ ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനോട് ഉടൻ മുന്നേറ്റം തുടരാൻ, അതായത് നിർത്തിവെക്കരുത്, താങ്കൾ ഇനിയും മുന്നോട്ട് പോകണമെന്നാണ് ഖലീഫയുടെ കൽപ്പന. അതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത ലക്ഷ്യം മദായിനായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചു, മദായിൻ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമാണ്. അപ്പോൾ തലസ്ഥാനം തകരുക എന്ന് വെച്ചാൽ ആ സാമ്രാജ്യം തകർന്നതിന് തുല്യമാണ്. തലസ്ഥാനമാണ് ഒരു രാജ്യത്തിന്റെ ഐഡന്റിറ്റി തീരുമാനിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ മദായിനിലേക്ക് മുന്നേറണമെന്നാണ് ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനോട് കൽപ്പിക്കുന്നത്. ഇന്ന് ബഗ്ദാദിൽ നിന്ന് 35 കിലോമീറ്റർ അകലെയുള്ള ഒരു പ്രദേശമാണ് ഇന്നത്തെ മദായിൻ എന്ന് പറയുന്ന സ്ഥലം. അന്നത്തെ ചരിത്രശേഷിപ്പുകൾ ഇന്നും അതേ രൂപത്തിൽ അവിടെ കാണാൻ സാധിക്കും.
വലിയ വെള്ളത്തൂണുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രവചനം സുബ്ഹാനല്ലാഹ്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. ഖന്തക്ക് യുദ്ധവേളയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ആ പ്രവചനം, മദാഇനിലെ വെള്ളക്കോട്ടകൾ എനിക്ക് കാണിക്കപ്പെട്ടു, അതിൻ്റെ താക്കോൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർഭത്തിൽ പറയുന്നുണ്ട്. ജീവിതത്തിൽ ഒരിക്കൽ പോലും പ്രവാചകൻ മദായിനിൽ പോയിട്ടില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വാക്കുകൾ അത് ഇന്നും അതേ രൂപത്തിൽ ആ ചരിത്ര ശേഷിപ്പുകൾ അവിടെ അവശേഷിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. മനോഹരമായിട്ടുള്ള മദായിൻ എന്ന് പറയുമ്പോൾ തന്നെ മദീനയുടെ ബഹുവചനാണ് മദായിൻ. നിരവധി പട്ടണങ്ങൾ ചേർന്ന ഒരു പ്രദേശം, ടൈഗ്രീസ് നദിയുടെ തീരത്തുള്ള ആ പ്രദേശം മുസ്ലിങ്ങൾ ഉപരോധിക്കുകയാണ്. മുസ്ലിങ്ങൾ ഉപരോധം തുടർന്ന സന്ദർഭത്തിൽ ചക്രവർത്തിയായ യസ്ദജർജ് മൂന്നാമൻ അദ്ദേഹം സന്ധി സംഭാഷണത്തിന് ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുന്നത് തന്നെ അവരുടെ പരാജയമാണ് കാണിക്കുന്നത്. സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങൾ അതിനെ അനുകൂലിച്ചില്ല. അവസാനം ഒരു യുദ്ധവും കൂടാതെ തന്നെ മദായിൻ, അതായത് പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനവും മുസ്ലിങ്ങളുടെ കയ്യിലേക്ക് വരികയാണ്. സുബ്ഹാനല്ലാഹ്, പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ആ ഒരു തലസ്ഥാനം മുസ്ലിങ്ങളുടെ കയ്യിലെത്തിയ സന്ദർഭത്തിൽ ആ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ രാജാവിരുന്ന സിംഹാസനത്തിൽ ഗവർണറായിട്ട് ഇരിക്കാൻ വേണ്ടി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തെരഞ്ഞെടുക്കുന്നത് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഒരു സന്ദർഭത്തിൽ പേർഷ്യയിലെ ഒരു അടിമയായിരുന്നു സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു. ആ അടിമയായി പേർഷ്യയിൽ നിന്നും രക്ഷപ്പെട്ട് മദീനയിലെത്തിയ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ഇന്ന് അദ്ദേഹം തിരിച്ചു പോകുന്ന സന്ദർഭത്തിൽ ആ പ്രദേശത്തിൻ്റെ ഭരണാധികാരിയായിട്ടാണ് അദ്ദേഹം ആ ഒരു കസേരയിലിരിക്കുന്നത്. ഈ ഒരു മാറ്റം, അതായത് ഈ ഒരു രൂപത്തിലുള്ള ഒരു പരിവർത്തനം, സുബ്ഹാനല്ലാഹ്, ആ ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിന്ത, സുബ്ഹാനല്ലാഹ്, നിങ്ങളും ചിന്തിച്ചു നോക്കുക. ശത്രുക്കളുടെ പീഡനം ഏറ്റുവാങ്ങി മക്കയിൽ പോലും നമസ്കരിക്കാൻ അനുവാദമില്ലാത്ത ആളുകളാണ് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരി പിടിച്ചടക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനത്തിൻ്റെ പുലർച്ച, അതൊന്നുമല്ലാതെ മറ്റൊരർത്ഥത്തിലും ഈ ഒരു അത്ഭുതത്തെ നമുക്ക് വിശദീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. തലസ്ഥാന നഗരിയായിട്ടുള്ള മദായിൻ നഷ്ടപ്പെട്ടതോടുകൂടെ ബാക്കി വരുന്ന പേർഷ്യൻ സംഘത്തെ ഒരുമിച്ച് കൂട്ടി യസ്ദജർജ് അദ്ദേഹം മുസ്ലിങ്ങൾക്ക് ഒരു തിരിച്ചടി നൽകാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും ഏതെങ്കിലും രൂപത്തിൽ അവസാനത്തെ ശ്രമം എന്നുള്ള അതിൻ്റെ ഭാഗമായിട്ട് യസ്ദജർജ് മൂന്നാമൻ അദ്ദേഹം മുസ്ലിങ്ങൾക്കെതിരെ വീണ്ടും സംഘത്തെ ഒരുമിച്ച് കൂട്ടുന്നു. അദ്ദേഹത്തിന് കഴിയുന്നത്ര സംഘത്തെ ഒരുമിച്ച് കൂട്ടി അദ്ദേഹം മുസ്ലിങ്ങളുമായിട്ട് യുദ്ധത്തിന് വരികയാണ്. വലിയൊരു സംഘവുമായിട്ട് അദ്ദേഹം യുദ്ധത്തിന് വരികയാണ്. അവസാന ശ്രമം. ആ സന്ദർഭത്തിൽ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് കൂടുതൽ സൈന്യത്തെ ആവശ്യപ്പെടുന്നു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നുഅ്മാൻ ബിൻ മുഖ്രിൻ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ മറ്റൊരു കൂടുതൽ സംഘത്തെ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന് അയച്ചു കൊടുക്കുകയാണ്. മുസ്ലിങ്ങൾ വെറും 30,000, ശത്രുക്കൾ അതിൻ്റെ 3 ഇരട്ടി, 100,000 വരുന്ന ശത്രുക്കളുമായിട്ട് മുസ്ലിങ്ങൾ ഇന്നത്തെ ഇറാനിലുള്ള നഹ്വന്ദിൽ വെച്ചുകൊണ്ട് അടുത്ത യുദ്ധം അരങ്ങേറുകയാണ്. നഹ്വന്ത് യുദ്ധം എന്നറിയപ്പെടുന്ന, ഫതഹുൽ ഫുതൂഹ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. കാരണം പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ സമ്പൂർണ്ണ പരാജയത്തിന് ഭാഗമായി തീർന്ന യുദ്ധമാണ് ഈ നഹ്വന്ത് യുദ്ധം. അതിഘോരമായിട്ടുള്ള ഈ ഒരു യുദ്ധം, അതായത് പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ പിടിച്ചു നിൽക്കാനുള്ള അവസാനത്തെ ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു ഈ നഹ്വന്ത് യുദ്ധം. നഹ്വന്ത് യുദ്ധത്തിൽ മുസ്ലിങ്ങളുടെ ആത്മവീര്യം ചോർത്താൻ വേണ്ടി ശത്രുക്കൾ നിരവധി തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നുണ്ട്. അവർ ഒരു ഘട്ടത്തിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു എന്നുള്ള രൂപത്തിലുള്ള ഒരു കിംവദന്തി പോലും അവർ യുദ്ധക്കളത്തിൽ അവർ പ്രചരിപ്പിക്കുകയുണ്ടായി. അതിലൊന്നും അകപ്പെടാതെ മുസ്ലിങ്ങൾ ഈ യുദ്ധത്തിൽ അവർക്കെതിരെ വിജയിക്കുകയാണ്. ഈ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ വിജയിക്കുന്നു. ഈ യുദ്ധത്തിൽ മുസ്ലിം സൈന്യാധിപനായിരുന്ന ഈ മുസന്നബിൻ ഹാരിസ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു സൈന്യാധിപനായിട്ട് അയച്ച നുഅ്മാൻ ബിൻ മുഖ്രിൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ആ യുദ്ധത്തിൽ മരണപ്പെടുന്നുണ്ട്. അവസാനം ഈ നഹ്വന്ത് യുദ്ധത്തിന് ശേഷം ഇനി ഒരർത്ഥത്തിലും തനിക്ക് മുന്നേറാൻ സാധിക്കുകയില്ലെന്ന് മനസ്സിലായ യസ്ദജർജ്, അതായത് പേർഷ്യൻ ചക്രവർത്തി, അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന പല രാജാക്കന്മാരെയും സമീപിച്ച് കെഞ്ചി നോക്കി. അതായത് ഒരിക്കൽ കൂടെ മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധം നയിക്കാൻ വേണ്ടി ആരും അതിന് സന്നദ്ധമായില്ല എന്ന് മാത്രമല്ല, ഇതര രാജാക്കന്മാരെല്ലാം അദ്ദേഹത്തെ കൈയൊഴിയുകയാണ്. സുബ്ഹാനല്ലാഹ്, അവസാനം എല്ലാം നഷ്ടപ്പെട്ടവനായിട്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഇതര ഗവർണർമാരോടും കൊട്ടാരത്തിലുള്ളവരോടും ഇരക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോലും ചക്രവർത്തി ആയിത്തീരുകയാണ്. എല്ലാം അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയാണ്. അവസാനം ഒരു നേരത്തിൻ്റെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത യസ്ദജർജ് ചക്രവർത്തി അദ്ദേഹം വേഷം മാറിക്കൊണ്ട് തിരിച്ചറിയപ്പെടാത്ത വിധം ഒരു സാധാരണക്കാരൻ്റെ വേഷം ധരിച്ച് ഒരു ഗ്രാമത്തിലെത്തുകയാണ് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അവിടെ ഉണ്ടായിരുന്ന ഒരു മില്ലുകാരനോട്, അതായത് അരി അരക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിനോട് പോയിട്ട് അദ്ദേഹം സഹായം തേടുകയാണ്.
സഹായം തേടിയ സന്ദർഭത്തിൽ ഈ മില്ലുകാരൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഈ ചക്രവർത്തി, അദ്ദേഹം അറിയുന്നില്ല ഇത് ചക്രവർത്തിയാണ്, അദ്ദേഹം ഇദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. വീട്ടിൽ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു സമ്പത്ത്, അദ്ദേഹം ഈ പെട്ടി കണ്ട സന്ദർഭത്തിൽ അതിലെന്തോ ഉണ്ടാകുമെന്ന് കരുതി ഈ വ്യക്തി ഈ ചക്രവർത്തിയെ വധിക്കുകയാണ് വീട്ടിൽ വെച്ച്. വധിച്ചതിന് ശേഷം ആ പെട്ടി തുറന്ന സന്ദർഭത്തിലാണ്, പെട്ടിയിലുണ്ടായിരുന്ന കിരീടവും എഴുത്തുമെല്ലാം കണ്ട സന്ദർഭത്തിലാണ് താൻ വധിച്ചത് പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയാണെന്ന് ആ വ്യക്തി, അതായത് ഈ സാധാരണക്കാരനായുള്ള വ്യക്തി തിരിച്ചറിയുന്നു. സുബ്ഹാനല്ലാഹ്. 1000-ഓളം വർഷം പഴക്കമുള്ള ഒരു പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ പതനം ഈ രൂപത്തിലുണ്ടായിരുന്നു. ഈ രൂപത്തിലാണ് അവർ അവസാനത്തിന്റെ ആ ചക്രവർത്തി, അവസാന സന്ദർഭത്തിൽ ആ ചക്രവർത്തി പോലും മരണപ്പെടുന്ന ഈ രൂപത്തിലാണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രവചനത്തിന്റെ പുലർച്ചെ അതേ രൂപത്തിൽ നടക്കുന്നതായിട്ടാണ് നമ്മൾ ചരിത്രത്തിൽ കാണുന്നത്. പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ പതനത്തിന് ശേഷം മുസ്ലിങ്ങൾ വീണ്ടും മുന്നേറ്റം തുടർന്നു. അതിനുശേഷം ഹമദാൻ, ഖുറസാൻ, ജുർജാൻ, അസർബൈജാൻ, മക്രാൻ തുടങ്ങി അവരുടെ മുന്നേറ്റം എത്രത്തോളം വെച്ചാൽ, മക്രാൻ എന്ന് വെച്ചാൽ ഇന്നത്തെ ആധുനിക പാകിസ്ഥാനിലുള്ള കറാച്ചിയാണ് പണ്ടത്തെ മക്രാൻ. അവിടെ വരെ മുന്നേറ്റം തുടർന്നു. സുബ്ഹാനല്ലാഹ്. യൂറോപ്പിന്റെ പടിവാതിൽ എത്തി നിൽക്കുന്ന, അതായത് തുർക്കി മുതൽ ഇപ്പുറം മക്രാൻ വരെ മുസ്ലിം മുന്നേറ്റം നടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ. ഉമർ റളിയല്ലാഹു അൻഹു കോരുന്നത് പോലെ മറ്റൊരു ഭരണാധികാരിയും ആ കിണറ്റിൽ നിന്നും കോരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ലെന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ് സുബ്ഹാനല്ലാഹ് ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത്. ഇത്രയേറെ വലിയ നേട്ടങ്ങളൊന്നും കൈവരിച്ചിട്ടും ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ജീവിത രീതിയിൽ ഒരു മാറ്റം ഉണ്ടായിരുന്നു. അദ്ദേഹം അതേ ഒരു എളിമ, അദ്ദേഹത്തിന്റെ ആ ഒരു എളിമ കാലഘട്ടത്തിൽ മരണം വരെ അദ്ദേഹം നിലനിർത്തിയെന്നാണ്. ലോകത്ത് ഇത്രയേറെ പ്രദേശങ്ങൾ വെട്ടിപ്പിടിച്ചിട്ടും ചക്രവർത്തിയായിരിക്കുന്ന ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ജീവിത രീതിയിലോ പെരുമാറ്റ രീതിയിലോ യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ മനോഹരമായിട്ടൊരു സംഭവം കാണുന്നത്, അദ്ദേഹം ഒരിക്കൽ മുഴുവൻ ജനങ്ങളെയും ഒരു സമയത്ത് അദ്ദേഹം പള്ളിയിലേക്ക് വിളിച്ചു കൂട്ടുകയാണ്. പള്ളിയിൽ അദ്ദേഹം മിമ്പറിൽ കയറിയ സന്ദർഭത്തിൽ അദ്ദേഹം ഒരു ചെറിയ പ്രസംഗം നടത്തി. അദ്ദേഹം പറഞ്ഞു, ജനങ്ങളെ, ഞാൻ പണ്ടൊരു ബനു മഖ്സൂംകാരുടെ ഒട്ടകം മേയ്ക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരു ദിവസം മുഴുവനും ഞാൻ പണിയെടുത്താൽ അവരെനിക്കൊരു പിടി ബാർലി അല്ലെങ്കിൽ ഒരു ഉണക്കക്കാരൊക്കെയാണ് തരിക. അതായിരുന്നു ഉമറിന്റെ ജീവിതം. വളരെ പ്രയാസകരമായിരുന്നു അക്കാലഘട്ടത്തിൽ. ആ രൂപത്തിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരോട് സംസാരിക്കാൻ തുടങ്ങി. അതായത് സംസാരം കേട്ട് കഴിഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ തന്നെ വില കുറച്ച് സംസാരിക്കുന്ന രൂപത്തിൽ അദ്ദേഹം ഒരുപാട് സംസാരിച്ചു. മിമ്പറിൽ നിന്ന് ഇറങ്ങിയ സന്ദർഭത്തിൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, എന്തിനായിരുന്നു ഇപ്പോൾ ഈ രൂപത്തിലൊരു ഖുത്ബ താങ്കൾ നടത്തിയത്? എന്തായിരുന്നു അതിൻ്റെ ഉദ്ദേശം? താങ്കൾ തന്നെ താങ്കളെ കുറേ വില കുറച്ച് സംസാരിച്ചു, അതിലപ്പുറം ഒന്നും താങ്കൾ പറഞ്ഞിട്ടില്ല. അത് മാത്രമാണ് ഞങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചത്. ഈ സന്ദർഭത്തിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, സുബ്ഹാനല്ലാഹ്, അദ്ദേഹം പറഞ്ഞ മറുപടിയൊക്കെ അദ്ദേഹം പറഞ്ഞു, അതിനു വേണ്ടി തന്നെയായിരുന്നു ഞാൻ ഈ രൂപത്തിൽ ഖുത്ബ നടത്തിയത്. ഉമർ ഒരൽപ്പം നല്ലവനാണെന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്ന പോലെ എനിക്ക് തോന്നി. അതിനെ മാറ്റി എന്നെ എൻ്റെ സ്ഥാനത്ത് തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പ്രവൃത്തി ചെയ്തതെന്നാണ് ഖലീഫയായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നൽകുന്ന മറുപടി. സുബ്ഹാനല്ലാഹ്. നിരവധി ഭരണ നേട്ടങ്ങൾ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നമുക്ക് കൈവരിക്കാൻ സാധിച്ചു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണ നേട്ടങ്ങൾ അത് തന്നെ സുദീർഘമായിട്ട് വിശദീകരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചിലത് മാത്രം സൂചിപ്പിക്കുകയാണ്. ആദ്യമായിട്ട് ഹിജ്രി കലണ്ടർ തുടങ്ങിയത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണ്. നമ്മൾ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഹിജ്രി കലണ്ടർ ആദ്യമായിട്ട് തുടങ്ങിയത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണ്. അതിനുശേഷം അദ്ദേഹം സൈനിക രംഗത്ത് നിരവധി മാറ്റങ്ങൾ അദ്ദേഹം വരുത്തി. പ്രത്യേകമായിട്ടൊരു മുസ്ലിങ്ങൾക്ക് നല്ല രൂപത്തിലൊരു സൈനിക ഒരു രൂപം ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണ്. അതേപോലെ തന്നെ അദ്ദേഹം പോലീസ് ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹം ആരംഭിക്കുകയാണ്. ജനങ്ങളുടെ പ്രജകളുടെ പ്രശ്നം അറിയാൻ വേണ്ടി രാത്രി സന്ദർഭത്തിൽ പോലും നടക്കുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു ശീലം, അതെല്ലാം ഒരർത്ഥത്തിൽ ഈ മറ്റൊരു രൂപത്തിൽ മറ്റൊരു ഖലീഫയും ചെയ്യാത്ത രൂപത്തിലുള്ള നിരവധി കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ഖിലാഫത്ത് കാലത്ത് നമ്മൾ കാണുന്നത്. മുസ്ലിം ഉമ്മത്തിന് വേണ്ടി അതായത് ഈ രൂപത്തിലൊരു പോലീസ് സംവിധാനം ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. അതേപോലെ തന്നെ എല്ലാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് രേഖപ്പെടുത്തി വെക്കുന്ന രൂപത്തിലുള്ള ഒരു രജിസ്ട്രാർ ആദ്യമായിട്ട് മുസ്ലിം ഉമ്മത്തിന് സമ്മാനിക്കുക, അല്ലെങ്കിൽ ആദ്യമായിട്ട് വരുന്നത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ്. അതേപോലെ തന്നെ നിരവധി പുതിയ റോഡ് നിർമ്മാണം, കെട്ടിട നിർമ്മാണം, അതായത് ഒരു നഗരത്തിന്റെ എല്ലാ അർത്ഥത്തിലും ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് അത് രൂപപ്പെടുന്ന അത് മനോഹരമായിട്ട് സംവിധാനിക്കുന്ന രൂപത്തിൽ ആ രംഗത്തുള്ള നിരവധി മാറ്റങ്ങളും അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഭൂമി അളക്കുന്ന സർവേ അതാദ്യമായിട്ട് നടപ്പിലാക്കിയത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്താണ്. അതേപോലെ തന്നെ മതപരമായിട്ട് ഖുർആൻ മനഃപ്പാടമാക്കിയ ആളുകൾക്ക് ബൈത്തുൽ മാലിൽ നിന്ന് പ്രത്യേക ഒരു അലവൻസ് അദ്ദേഹം നൽകുകയുണ്ടായി. അത് സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങളെ കൂടുതൽ ഈ രംഗത്ത് മുന്നോട്ട് വരാൻ പ്രചോദിപ്പിക്കുകയുണ്ടായി. പിന്നീട്
നമ്മൾ ഇന്നും നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന തറാവീഹ് ആദ്യമായിട്ട് പള്ളിയിൽ ആരംഭിച്ചത്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ജമാഅത്തായിട്ട് നിർവഹിച്ചിട്ടുണ്ടായിരുന്നില്ല. 3 ദിവസം നമസ്കരിച്ച് പിന്നീട് പ്രവാചകൻ അത് തൻ്റെ ജനങ്ങളത് നിർബന്ധമാക്കുമെന്ന് ഭയപ്പെട്ടത് അവസാനിപ്പിച്ച് പിന്നീട് അതൊരു സുന്നത്തായിട്ട് പള്ളികളിലേക്ക് ആദ്യമായിട്ട് തറാവീഹ് കൊണ്ടുവരുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്താണ്. ഇത്തരത്തിലുള്ള നിരവധി നേട്ടങ്ങൾ ആ ഒരു ഭരണകാലത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ തുടർച്ചയെന്നോണം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മരണവും അതുമായിട്ട് ബന്ധപ്പെട്ട ഹദീസുകളും തുടർന്ന് അങ്ങോട്ട് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതമായിട്ടുള്ള ഈ സ്വഹാബികളുടെ കൂട്ടത്തിൽ ഒരുമിച്ച് കൂട്ടാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.